ഒരു സംരംഭം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള കുറേയേറെ ചേഞ്ചസ് സംരംഭകർക്ക് പെട്ടെന്ന് ബിസിനസ് ചെയ്യുന്നതിന്, സംരംഭം ചെയ്യുന്നതിന് അനുകൂലമായി ഉണ്ടായിട്ടുള്ള കുറേയേറെ ചേഞ്ചസ് ഒരുപക്ഷെ സംരംഭകർ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ അത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചേഞ്ചസ് ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഇന്ന് ചർച്ച ചെയ്യും. അതോടൊപ്പം വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ കഴിയുന്ന സെക്ടർ വൈസിലുള്ള ഒരു ഡിസ്കഷനും നമ്മൾ ഇതിൽ നടത്തും. ഇപ്പൊ ഞങ്ങൾ വ്യവസായ വകുപ്പ് തന്നെ ഒരു 6-7 വർഷം മുൻപ് ഒരു പഠനം നടത്തിയിരുന്നു. 3 ലക്ഷം സംരംഭങ്ങളെ ലിസ്റ്റ് തന്നിട്ട് ആ സംരംഭങ്ങളുടെ സൈറ്റിൽ പോയി ആ സംരംഭങ്ങളെ ജിയോ ടാഗ് ചെയ്യാനുള്ള ഒരു അസൈൻമെന്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഈ 3 ലക്ഷത്തിൽ ചില്ലാനും സംരംഭങ്ങൾ ജിയോ ടാഗ് ചെയ്ത ആൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, 1 ലക്ഷത്തിൽ താഴെ സംരംഭങ്ങൾ മാത്രമാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ 2 ലക്ഷം സംരംഭങ്ങളോളം നിന്നു പോയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സംരംഭങ്ങൾ ഭൂരിപക്ഷവും നിന്നു പോയിട്ടുള്ളത് 2 വർഷത്തിനുള്ളിലാണ്. ഒരു സംരംഭം തുടങ്ങി 2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിന്നുപോയ സംരംഭങ്ങളാണ് ഈ പറയുന്ന ബഹുഭൂരിപക്ഷം സംരംഭങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംരംഭങ്ങൾ നിന്നുപോയി? അപ്പോൾ അത് നിന്ന് പോകാതിരിക്കാൻ സ്വീകരിക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? അതൊരു സംരംഭം തുടങ്ങുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇത്തരം പരാജയങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഒരു സംരംഭം പിറന്നു വീഴേണ്ടത് എവിടെയാണ്? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. എങ്ങനെ ഒരു സംരംഭം നമ്മൾ ചൂസ് ചെയ്യാം? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് അല്ലെങ്കിൽ ഒരു സംരംഭം തിരഞ്ഞെടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ? അവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് സമയമെടുത്ത് പഠിച്ചു തുടങ്ങിയാൽ മതി. പെട്ടെന്ന് ഒരു ബിസിനസ്സിലേക്ക് അങ്ങ് ചാടണം എന്നാരും പറയുന്നില്ല. ഒരു സംരംഭത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും 2-3 കാര്യങ്ങൾ ഒരു സംരംഭകനുണ്ടാകും. ഒന്ന്, ആ സംരംഭകൻ എപ്പോഴും ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം എന്നുള്ളത് ഒരു സംരംഭകന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. മറ്റൊരു ക്വാളിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അയാൾ റിസ്ക്, ഒരു സംരംഭം തുടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട് ധാരാളം റിസ്കുകളുണ്ട്, നിങ്ങൾക്കറിയാം. ആ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, അതിനുള്ള ഒരു മെന്റാലിറ്റി, അതിനുള്ള ഒരു മാനസിക നില കൂടി നിങ്ങൾ വളർത്തിയെടുക്കണം. റിസ്ക് ടേക്കിങ്ങിന്റെ ഒരു വലിയ എലമെന്റ് ഓരോ സംരംഭത്തിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മെന്റാലിറ്റി വേണം. അതുപോലെ തന്നെ ഒരു സംരംഭകൻ എപ്പോഴും ഇന്നവേറ്റീവ് ആയിരിക്കണം. പുതുമകൾ തേടിപ്പോകുന്ന സംരംഭങ്ങളാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എപ്പോഴും ഇന്നവേറ്റീവ് ആയിരിക്കണം. നിരന്തരമായ ഇന്നവേഷൻ നമ്മുടെ സംരംഭത്തിൽ വേണം. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളൊരു സംരംഭം തുടങ്ങി കുറച്ച് ഇൻകം ഒന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പൈസ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സംരംഭം ചൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഘടകം എന്താണ്? നിങ്ങൾ തന്നെ പറയുക. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഒരു സംരംഭം നമ്മൾ എനിക്കിത് ചെയ്യണം എന്ന തലത്തിലേക്ക് തിരഞ്ഞെടുക്കുക? വിൽക്കാവുന്നവ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. നിങ്ങൾക്ക് പല ഫീൽഡിലും പല മേഖലയിലും എക്സ്പെർട്ട്നെസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊക്കെ നല്ലത് തന്നെയാണ്, അതൊക്കെ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതും നിങ്ങളുടെ സംരംഭത്തിന് തീർച്ചയായും ഗുണം ചെയ്യും. പക്ഷെ അത് മാത്രമായിരിക്കരുത് നമ്മളൊരു സംരംഭം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു വലിയ വ്യവസായിയെ മനോരമയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ മുംബൈയിൽ
ഞങ്ങൾ കുറേയേറെ കാര്യങ്ങൾ, നിങ്ങൾക്കറിയുന്ന വ്യവസായികൾ, കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഏറ്റവും അവസാനം ഞങ്ങൾ ചോദിച്ചു, ഈ പുതിയതായി എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ട് എന്ന് താല്പര്യവുമായി ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, എന്ത് അഡ്വൈസാണ് അങ്ങേക്ക് നൽകാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം 3 ചെറിയ ടിപ്സ് പറഞ്ഞു. ആ ടിപ്സ് വളരെ റെലവൻ്റ് ആണ് എന്നെനിക്ക് തോന്നി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒന്നാമത്തെ ടിപ്സ്, ആസ്ക് ദം ടു ഒബ്സർവ് ദ സൊസൈറ്റി. ഒബ്സർവ് ദ സൊസൈറ്റി എന്നാണ്. ഒബ്സർവ് ദ സൊസൈറ്റി, നിങ്ങൾ സൊസൈറ്റിയെ നിരീക്ഷിക്കുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആസ്ക് ദം ടു ഫൈൻഡ് ഔട്ട് ദ ഗ്യാപ്സ്. ഫൈൻഡ് ഔട്ട് ദ ഗ്യാപ്സ് മീൻസ് ഫൈൻഡ് ഔട്ട് ദ റിക്വയർമെന്റ്സ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ട്രൈ ടു ഫിൽ അപ്പ് ദ ഗ്യാപ്പ്, യുവർ റോൾ ഈസ് ഓവർ. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അവർക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് കണ്ടെത്തുക, ആവശ്യമുള്ളത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ സംരംഭം പരാജയപ്പെടുകയില്ല, അതിങ്ങനെ മുന്നോട്ട് പോവുക തന്നെ. പലപ്പോഴും നമ്മുടെ മുമ്പിലൊക്കെ പല സ്കീമുകൾക്കൊക്കെ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെയാണിത് വിൽക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ്, ഓ ഇനി ഇത് വിൽക്കണമല്ലേ എന്ന ചിന്ത പോലും പലരുടെയും ഉള്ളിലേക്ക് വരുന്നത്. ഓ ഇനി ഇത് വിൽക്കണം എന്നുള്ളത് ഇപ്പോഴാണ് അറിയണേ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പൊ നമുക്ക് പല ഈ പാഷനൊക്കെ നല്ലതാണ്, ആ മേഖലയിൽ. പക്ഷേ ഏതൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുത്താലും ഇത് വിൽക്കുകയും പണം തിരികെ വരികയും വേണം. ഇപ്പൊ ചില പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ MSME സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചില പ്രോഡക്റ്റുകൾക്കൊക്കെ പ്രോഫിറ്റ് മാർജിൻ വളരെ കുറവായി, ചില പ്രോഡക്റ്റുകൾക്ക് നല്ല പ്രോഫിറ്റ് മാർജിൻ കിട്ടും. ഒരു പുതുതായി തുടങ്ങുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ച് 20% കുറഞ്ഞൊരു പ്രോഫിറ്റ് മാർജിൻ ഉള്ള ഒരു സംരംഭം ഒരിക്കലും തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് ഈ പേപ്പർ വേസ്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെയൊക്കെ മാർജിൻ എന്ന് പറയുന്നത് വളരെ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പൊ പുതിയൊരു സംരംഭകൻ അങ്ങനെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ചെറിയൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോഴേക്കും അയാൾക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും ഒരു കൺസിഡറബിൾ മാർജിൻ കിട്ടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം. അതുപോലെ തന്നെ ഈ സംരംഭം തിരഞ്ഞെടുക്കുന്ന ചില പ്രോഡക്റ്റുകൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലുള്ള ഷോപ്പുകളിലും ഒക്കെ നമ്മൾ കൊണ്ടുപോയി ഡംപ് ചെയ്യും. വളരെ വിജിലൻ്റായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും പുതിയ ഒരു സംരംഭകന്റെ അതൊരു ഷോക്കേസ്, അവരുടെ ഷോപ്പിലൊന്ന് വെക്കണമെങ്കിൽ പോലും നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അങ്ങനെ ചെയ്യാവുന്ന പ്രീമിയം അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റുകൾ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ഡംപ് ചെയ്യുന്ന പല സംരംഭകരും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടാണ് എൻ്റെ അനുഭവം. ഇതിന്റെ പൈസ പിരിഞ്ഞു കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ക്രെഡിറ്റ് കച്ചവടം കൂടുതലായിട്ട് നമ്മൾ തുടക്കത്തിൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടാം. ചില കച്ചവടങ്ങൾ വേണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല, ചില കച്ചവടങ്ങൾ നമ്മൾ തേടി പിടിക്കുക തന്നെ വേണം. നമ്മൾ ഈ വിപണി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് പരമപ്രധാനമാണ്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു സംശയം വരാം, ഇത് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, എൻ്റെ കയ്യിലൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്, എനിക്കൊരു പ്രോഡക്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇത് ഈ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണോ ഉൽപ്പന്നമാണോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ വലിയ കമ്പനികളുടെ ഒക്കെ കേസ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന, ഇപ്പോൾ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സംരംഭങ്ങളുടെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസിനെ കൊണ്ടൊക്കെ മാർക്കറ്റ് സർവേ, മാർക്കറ്റ് സ്റ്റഡി നടത്തി. അപ്പോൾ അവരതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കും. ഒരുപക്ഷെ ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോഴും ഈ സംരംഭകനെ എങ്ങനെ എൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ ഫാം എന്തു തന്നെ ആയിക്കോട്ടെ, ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിക്ക് ഒരു വിപണിയുണ്ട് എന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? നമ്മളൊരു ഏതെങ്കിലും ഒരു സാധനം എടുത്തോളൂ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നയാള്, അത് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്നയാള്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നയാള്, അത് ഹോൾസെയിൽ ചെയ്യുന്നയാള്, അത് റീറ്റെയിൽ ചെയ്യുന്നയാള്, ഇനി ഏറ്റവും അവസാനം അതിൻ്റെ ഒരു കൺസ്യൂമർ.
എല്ലാ പ്രോഡക്റ്റുകൾക്കും പക്ഷേ ഈ ഘടകങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല. എല്ലാ സർവീസിനൊന്നും ഒരു പക്ഷേ ഈ ഘടകങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ ഘടകങ്ങൾ ഈ ഏതെങ്കിലും ഘടകങ്ങളില്ലാത്ത ഒരു എന്റർപ്രൈസും ഇല്ല. കുറഞ്ഞ പക്ഷം ഇതിൽ ഗുണഭോക്താക്കൾ ഇല്ലാത്തൊരു കേസുമില്ല. അപ്പൊ ഇതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് താൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അത്തരം ഘടകങ്ങളെ ഏകോപിപ്പിച്ച് അത്തരം ഘടകങ്ങളുമായി 2-3 വട്ടം ക്രിയാത്മകമായി ചർച്ചകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ എൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയും, അതിന് എത്രമാത്രം മാർക്കറ്റുണ്ട്, അത് മാറി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ, ഇന്നത്തെ സാഹചര്യത്തിൽ വിറ്റഴിക്കാൻ കഴിയുമോ. പലപ്പോഴും നമ്മൾ നിലവിലുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ വീണ്ടും തുടങ്ങിയെന്ന് വരാം. ഇപ്പോൾ ഒരാൾ ഒരു യൂണിറ്റ് തുടങ്ങി മറ്റൊരാൾക്ക് തുടങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. അപ്പോഴും നമുക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാനുള്ള എന്ത് ഡിഫറൻഷിയേഷനാണ്, എന്ത് ഇന്നോവേഷനാണ്, എന്ത് പുതുമയാണ് നമ്മുടെ പ്രോഡക്റ്റിനുള്ളത് എന്ന് ചിന്തിക്കുകയും അത്തരത്തിലൊരു പുതുമ കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിലവിലുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് അതിന് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ പുതുമ എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ ക്യാരിയിങ്ങിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിലാവാം, അതിൻ്റെ പാക്കേജിങ്ങിലാകാം. മലപ്പുറം ജില്ലയിൽ ഞാനൊരു ചെറുപ്പക്കാരനെ ഇന്റർവ്യൂ ചെയ്യുന്ന കപ്പ ചിപ്സ് ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരൻ, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് എയർപോർട്ടിനടുത്താണ്. ഞങ്ങൾ മനോരമയുടെ ക്യാമറമാരും ഒക്കെ പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കപ്പയുടെ ചിപ്സാണ് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ കപ്പ വരുന്നത്. നല്ല മൂപ്പത്തി കപ്പ മാത്രമാണ് അദ്ദേഹം മേടിക്കുന്നത്. 1 കോടി രൂപയ്ക്ക് അദ്ദേഹം ഒരു മാസം കപ്പയുടെ ചിപ്സ് കിട്ടും. വീട്ടിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്, വീടിൻ്റെ ഒരു ഷെഡിൽ തുടങ്ങിയതാണ്, പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ഖത്തറിലൊക്കെ അദ്ദേഹത്തിന്റെ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു 40% നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഒരു മാസം 1 കോടി രൂപയ്ക്ക് കപ്പയുടെ ചിപ്സ് വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സംരംഭത്തിന് 40 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ കപ്പ പൊതുവെ ഈ അഗ്രി പ്രോഡക്റ്റിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 രൂപയും, അത് റെഡി ടു കുക്ക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 10 രൂപയും, റെഡി ടു ഈറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 100 രൂപയും വാല്യൂ ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ റെഡി ടു ഈറ്റ് ഫുഡുകളിലേക്ക് കടന്നാൽ എപ്പോഴും അതിൻ്റെ ഒരു മാർജിൻ വളരെ വലുതായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹം ഇതിങ്ങനെ എത്തി? കപ്പ ചിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ്, കേരളത്തിൽ നന്നായിട്ട് വിറ്റ് പോകുന്ന സാധനമാണ്. എന്തുകൊണ്ട് ഇദ്ദേഹം ഈ കപ്പയുടെ ചിപ്സിന് ഇത്ര വലിയൊരു തലത്തിലേക്ക് വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ തുടക്കം മുതൽ ശ്രദ്ധിച്ചത് ഇതിൻ്റെ കണ്ടെയ്നർ പാക്കറ്റുകളിലാണ്. അതുപോലെ പോളിത്തീൻ കവറിലുമുണ്ട്. പക്ഷെ കണ്ടെയ്നർ പാക്കറ്റുകളിൽ കപ്പ ചിപ്സ് ഇറക്കുന്ന എത്ര യൂണിറ്റുകളുണ്ട്? അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ പൊതുവെ വില കുറഞ്ഞ പാക്കറ്റിലും അതുപോലെ കിട്ടുന്ന ഒരു സാധനം ഒരു പ്രീമിയം ലെവലിലേക്ക് അതിനെ എത്തിച്ചു. എല്ലാ ഫ്ലേവറുകളിലും അദ്ദേഹം കപ്പയുടെ ചിപ്സ് ഇറക്കാൻ തുടങ്ങി. എല്ലാ ഫ്ലേവറുകളിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർക്കുറെ, ലെയ്സ്, ഇതിൻ്റെയൊക്കെ ഫ്ലേവറുകളിൽ അദ്ദേഹം കപ്പ ചിപ്സ് ചെയ്യാൻ തുടങ്ങി. അട്രാക്റ്റീവ് പാക്കറ്റിൽ ചെയ്യാൻ തുടങ്ങി. വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇത് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കോൺട്രാക്ട് അദ്ദേഹത്തിന് കിട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ഒത്തിരി ഷോപ്പുകളിൽ ഈ കോൺട്രാക്ടർമാരുമായിട്ടുള്ള ഡീലിങ്സ് വെച്ച് ഇദ്ദേഹത്തിന് കപ്പയുടെ ചിപ്സ് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1 കോടി രൂപയോളം കപ്പയുടെ ചിപ്സ് മാത്രം 1 കോടി രൂപയോളം അദ്ദേഹം കപ്പയുടെ ചിപ്സ് വിറ്റ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അദ്ദേഹം എങ്ങനെയാണ് ഈ വിപണി ഫേവറബിൾ ആക്കി എടുത്തത് എന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിത് സൂചിപ്പിച്ചു തന്നെയായിരുന്നു. ഇതുപോലെ ഇഷ്ടംപോലെ സംരംഭകരുണ്ട് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ. വളരെ വ്യത്യസ്തമായിട്ട് രംഗപ്രവേശനം ചെയ്ത് വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പെട്ടെന്ന് വിപണിയിലേക്ക് എൻ്റർ ചെയ്ത ആൾക്കാർ. അപ്പോൾ എപ്പോഴും നമ്മളൊരു സംരംഭം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇത് മൂലമുണ്ടാകുന്ന ഉൽപ്പന്നമോ സേവനമോ വിൽക്കുകയും പണം തിരികെ വരികയും വേണം. ബാക്കി എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു എക്സസൈസ് ഇവിടെ നടന്നില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫോക്കസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാനെന്ന് ഉള്ളതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വിൽക്കാവുന്നവ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്ന്.